ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 2024 ജൂൺ എക്സാം ജൂണിൽ നടക്കും. ഡേറ്റും കാര്യങ്ങളൊന്നും ഇതുവരെയായിട്ടും ഡിക്ലെയർ ചെയ്തിട്ടില്ല. നോർമലി ഡിക്ലെയർ ചെയ്യാറുണ്ട്. അപ്പോൾ നോർമലി ഉണ്ടാവുന്ന ഡേറ്റ് ജൂൺ ഫസ്റ്റ് വീക്ക് തുടങ്ങിയിട്ട് ജൂലൈ ഫസ്റ്റ് വീക്ക് വരെയാണ്. നോർമലി അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ 99% ഇത്തവണയും അങ്ങനെ തന്നെ ആയിരിക്കും. ജൂൺ ഫസ്റ്റ് വീക്കിൽ തുടങ്ങിയിട്ട് ജൂലൈ ഫസ്റ്റ് വീക്ക് വരെ, അതായത് ഏകദേശം ഒരു 10-40 ദിവസം ഉണ്ടാവും. ഇതിൽ ഞായറാഴ്ച ഒഴികെ ബാക്കി 30 വർക്കിംഗ് ഡേയ്സിലായിരിക്കും എക്സാം നടക്കുക. ഓക്കെ, അപ്പോൾ ഡേറ്റ് ഈ ഒരു മാസം ലാസ്റ്റോ അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റ് വീക്കിലോ ഡിക്ലെയർ ചെയ്യും. അപ്പോൾ അത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലീവും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് നാട്ടിലേക്ക് വരാനുള്ളവർക്ക് അങ്ങനെ വരാം, അല്ലെങ്കിൽ ഇവിടെ ലീവ് എടുക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ ലീവിനൊക്കെ അപ്ലൈ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ എന്തായാലും 99% ഞാൻ ഈ പറഞ്ഞ പോലെ ജൂൺ ഫസ്റ്റ് വീക്ക് തുടങ്ങിയിട്ട് ജൂലൈ ഫസ്റ്റ് വീക്ക് വരെ ആയിരിക്കും നമ്മുടെ എക്സാം ഉണ്ടാവുക. ഈ ഒരു 30 വർക്കിംഗ് ഡേയ്സിൽ എവിടെ വേണമെങ്കിലും നിങ്ങളുടെ എക്സാം ഡേറ്റ് വരാം. ചിലപ്പോൾ അടുപ്പിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഒന്നരാടായിരിക്കും എക്സാം. ചിലപ്പോൾ എക്സാം കഴിയുന്നതിൻ്റെ ലാസ്റ്റ് ഒരു വീക്കായിരിക്കും. എങ്ങനെയായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഒരു 30 ദിവസത്തിനുള്ളിൽ എവിടെ വേണമെങ്കിലും നിങ്ങളുടെ എക്സാം ഡേറ്റ് വരാവുന്നതാണ്. അപ്പോൾ ഈ 2024 ജൂണിൽ നമ്മൾ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് അസൈൻമെൻറ്റ് വെക്കണം. അസൈൻമെൻറ്റ് എങ്ങനെ എഴുതാം, അതുപോലെ അതിൻ്റെ ഫ്രണ്ടിൽ വെക്കുന്ന പേജസ് എങ്ങനെ ഫില്ല് ചെയ്യാം, അതിൻ്റെ പേജസ് എവിടെ നിന്ന് കിട്ടും എന്നൊക്കെ ഓൾറെഡി നമ്മൾ വീഡിയോ ഇട്ടിട്ട് ആ ഫ്രണ്ടിൽ വെക്കേണ്ട പേജസും കാര്യങ്ങളൊക്കെ ടെലിഗ്രാമിൽ അയച്ചിട്ടുണ്ട്. ആരെങ്കിലും ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. കമൻറ്റ് ബോക്സിനകത്ത് ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിൽ വെക്കേണ്ട പേജസും കാര്യങ്ങളും. അതുപോലെ ഒരുപാട് ഷോർട്ട് വീഡിയോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അസൈൻമെൻറ്റ് ഫ്രണ്ട് പേജ് എങ്ങനെ ഫില്ല് ചെയ്യാം, ഇവാലുവേഷൻ ഷീറ്റ് എങ്ങനെ ഫില്ല് ചെയ്യാം, അക്നോളജ്മെൻറ്റ് സ്ലിപ്പിൻ്റെ ഇമ്പോർട്ടൻസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. നല്ല രീതിയിൽ അസൈൻമെൻറ്റ് പ്രിപ്പയർ ആക്കാനുള്ള വീഡിയോ നമ്മൾ 1 ഇയർ മുന്നേ ഇട്ടിട്ട് ഏകദേശം 1.5 ലക്ഷം പേരോളം കണ്ടിട്ടുള്ളൊരു വീഡിയോ ആണ്. അത് നിങ്ങൾക്ക് റെഫറൻസ് എടുത്തിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഉള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് എക്സാം രജിസ്ട്രേഷൻ. എക്സാം രജിസ്ട്രേഷൻ എന്ന് തുടങ്ങും എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്തായാലും എക്സാം എഴുതുന്നുണ്ടെങ്കിൽ എക്സാം രജിസ്ട്രേഷൻ ചെയ്യണം. അത് നോർമലി മാർച്ചിൽ വരാറുണ്ട്. ഒന്നല്ലെങ്കിൽ മാർച്ച് ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്ക്. അതിൻ്റെ ഉള്ളിൽ എന്തായാലും, അതായത് മാർച്ച് 15-ൻ്റെ ഉള്ളിൽ എന്തായാലും എക്സാം രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ എക്സാം രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഏതൊക്കെ സബ്ജക്റ്റാണ് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ളത്. 200 രൂപയാണ് ഒരു സബ്ജക്റ്റിന് എക്സാം രജിസ്ട്രേഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 5 എണ്ണത്തിൽ എഴുതണമെങ്കിൽ 5 × 200 1000 രൂപയ്ക്ക് നോക്കി പേ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാം സെൻറ്ററും കാര്യങ്ങളും സെലക്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് സെൻറ്റേഴ്സ് ഉണ്ടാവും. കേരളത്തിൽ ഒട്ടുമിക്ക ജില്ലയിലും ഒന്നിലധികം എക്സാം സെൻറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ നിയറസ്റ്റ് സെൻറ്റർ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എക്സാം എഴുതാവുന്നതാണ്. അതേസമയം അസൈൻമെൻറ്റ് സബ്മിഷൻ നമ്മുടെ സ്റ്റഡി സെൻറ്ററിലാണ് കേട്ടോ വെക്കേണ്ടത്. അസൈൻമെൻറ്റ് വെക്കേണ്ടത് സ്റ്റഡി സെൻറ്ററിലും എക്സാം എഴുതേണ്ടത് എക്സാം സെൻറ്ററിലുമാണ്. കേരളത്തിൽ മാത്രമല്ല എക്സാം എഴുതാൻ പറ്റുക. നിങ്ങൾക്ക് ഇന്ത്യക്കകത്ത് ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് എക്സാമിനേഷൻ ഫീ അടച്ചിട്ട് എക്സാം എഴുതാവുന്നതാണ്. എക്സാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് എഴുതാം, അതായത് തിയറി എക്സാം. അതേസമയം പ്രാക്ടിക്കൽ, അസൈൻമെൻറ്റ്, ലാബ് ഇതൊക്കെ നമ്മുടെ സ്റ്റഡി സെൻറ്ററിലോ അല്ലെങ്കിൽ സ്റ്റഡി സെൻറ്റർ പറയുന്ന ഒരു സ്ഥലത്താണ് ചെയ്യേണ്ടത്. പിന്നെ ഇനി ഓവർസീസ് സ്റ്റുഡൻസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ, അതായത് ഇവിടുത്തെ അഡ്മിഷൻ എടുത്തിട്ട് പുറത്ത് എവിടെയെങ്കിലും, അത് ഇന്ത്യക്ക് പുറത്ത് അഡ്മിഷൻ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. പക്ഷേ ഓൺലൈൻ ഫെസിലിറ്റി അവൈലബിൾ അല്ല. അതായത് ഓൺലൈനായിട്ടൊന്നും നമുക്ക് അവിടെ അപ്ലൈ ചെയ്ത് തരാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾക്ക് UAE സെൻറ്റർ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി അന്വേഷിക്കുക. അവിടെ പോയി അന്വേഷിച്ചിട്ട് അവിടെ നിന്ന് നിങ്ങൾ ഓഫ്ലൈനായിട്ട് എക്സാമിനേഷൻ ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ എക്സാം എഴുതാവുന്നതാണ്. കോസ്റ്റ്ലി ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും അസൈൻമെൻറ്റ് നാട്ടിൽ തന്നെ വെക്കണം. കാരണം ഇന്ത്യൻ അഡ്മിഷൻ ആണല്ലോ നിങ്ങൾ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്റ്റഡി സെൻറ്ററിലാണ് അസൈൻമെൻറ്റ് വെക്കേണ്ടത്. എക്സാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് എഴുതാം. ഇന്ത്യക്കകത്ത് അപ്ലൈ ചെയ്യാൻ ഒരു കണ്ടീഷനോ കാര്യങ്ങളൊന്നുമില്ല. ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അതേസമയം ഇന്ത്യക്ക് പുറത്താണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ അവിടെ പോയിട്ട് ഓഫ്ലൈനായിട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും നമ്മുടെ എക്സാം രജിസ്ട്രേഷൻ നമുക്ക് മാർച്ച് ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്കിൻ്റെ ഉള്ളിൽ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നമ്മുടെ എക്സാം ഡേറ്റ് ഈ ഒരു മാസം ലാസ്റ്റോ അല്ലെങ്കിൽ മാർച്ച് ഫസ്റ്റ് വീക്കിലും പ്രതീക്ഷിക്കാം. ഓക്കെ, അസൈൻമെൻറ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റിനെ പറ്റിയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.